believe in Christianity as I believe that the sun has risen, not only because I see it, but because by it I see everything else. സൂര്യൻ ഉദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ ക്രിസ്തീയതയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനെ കാണുന്നത് കൊണ്ട് മാത്രമല്ല, അതിലൂടെ ഞാൻ മറ്റെല്ലാറ്റിനെയും കാണുന്നു. C.S. ലൂയിസിന്റെ ഒരു വാചകമാണിത്. ഇന്ന് അനേകർ ക്രിസ്തീയതയിലും ക്രിസ്തീയ തത്വങ്ങളിലും വിശ്വസിക്കുന്നതും അതിനെ പിന്തുടരുന്നതും ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ മക്കളും ചെയ്തു പോരുന്നു. ഇങ്ങനെ പാരമ്പര്യമായി ക്രിസ്തീയതയെ ഒരു കൂട്ടർ പിന്തുടരുമ്പോൾ മറ്റൊരു കൂട്ടം ക്രിസ്തീയതയിൽ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന സൂര്യൻ ഉദിച്ചു എന്ന കാരണത്താലാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉദിച്ചു എന്ന കാരണത്താലാണ് നാം ക്രിസ്തീയതയിൽ വിശ്വസിക്കേണ്ടിയതും ആ പ്രമാണങ്ങളെ നാം അനുധാവനം ചെയ്യേണ്ടിയതും. ക്രിസ്തു എന്ന സൂര്യനുണ്ട് എന്നും ആ സൂര്യൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിച്ചു എന്നും നാം വിശ്വസിക്കുന്നു. നല്ല കാര്യം. എന്നാൽ ക്രിസ്തീയതയുടെ അതിമഹത്തായ മാനമെന്നത് ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ മറ്റെല്ലാറ്റിനെയും കാണുന്നതാണ്. ആ വെളിച്ചത്തിലൂടെ നാം ലോകത്തെ കാണണം. നമ്മുടെ ജോലിയെയും ബിസിനസ്സിനെയും കാണണം. നമ്മുടെ കുടുംബത്തെ കാണണം. നമ്മുടെ അയൽക്കാരെ കാണണം. നമ്മുടെ ആത്മീയ ശുശ്രൂഷയും കാണണം. ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം നേരിട്ടിരിക്കുന്ന ഈ മഹാമാരിയെയും ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ നാം കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ചെയ്യുമ്പോൾ ക്രിസ്തു എങ്ങനെയാണോ മറ്റുള്ളവരെയും മറ്റുള്ളതിനെയും കണ്ടത്, അതുപോലെ തന്നെയായിരിക്കും നാമും കാണുക. നാം ഏത് സാഹചര്യങ്ങളെയും വിലയിരുത്തേണ്ടിയത് ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ തന്നെയായിരിക്കണം. ഒരുപക്ഷെ ദുഃഖപരമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ നാം നമ്മുടെ സാഹചര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.